നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, പിയൂൺ, നൈറ്റ് വാച്ച്മാൻ മുതലായ പരീക്ഷകളുടെ റിസൾട്ട് PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്റ്റോർ കീപ്പറിന്റെ വരെയുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നേക്കുന്നത്. സ്റ്റോർ കീപ്പറിന്റെ കട്ട് ഓഫ് 78.4946 ആണ്. ബാക്കിയുള്ള റിസൾട്ട് നിങ്ങൾ PSC പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മൈ റിസൾട്ട്സിൽ നോക്കിയാൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്ന് കിടക്കും കേട്ടോ. ഇപ്പോ സെക്രട്ടേറിയറ്റ് OAയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞു വരും. സ്റ്റോർ കീപ്പറിലാണെങ്കിൽ സ്റ്റോർ കീപ്പർ, അങ്ങനെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ലിസ്റ്റ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്തോളാം. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ലിസ്റ്റ് വന്നില്ലല്ലോ എന്നല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്? ഇനി മെയിൻസിന് പഠിക്കാമല്ലോ. ഇനി മെയിൻസിന് പഠിക്കാൻ ഏകദേശം 1 മാസവും കുറച്ച് ദിവസങ്ങളും കൂടെ ഉണ്ട്. എന്നിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ജോലി വേണം എന്ന് പറഞ്ഞ് പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് എന്നീ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം കോഴ്സ് റിവിഷൻ ബാച്ച് റണ്ണിങ് ആണ്. എല്ലാ ദിവസവും എക്സാം ഉണ്ട്. ഈ 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ വെച്ചിട്ട് ഓരോ ദിവസവും ഡേ 1, ഡേ 2 ആയിട്ട് എക്സാം ഉണ്ട്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം. 50 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഫുൾ സിലബസ് കവർ ചെയ്ത് പരീക്ഷയ്ക്ക് സെറ്റ് ആക്കി നിങ്ങൾ പോകും. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ, എക്സാം എല്ലാ ദിവസവും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തോളാം. എക്സാം എഴുതിക്കോളാം. ഇങ്ങനെ ഒരുപാട് എക്സാംസ് എഴുതിയാൽ ആ ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാനും അതുപോലെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും പരീക്ഷയെ നേരിടാനുള്ള ആ ഒരു ഭീതിയും ഒഴിവായി കിട്ടും. പേടിയില്ലാതെ പരീക്ഷയ്ക്ക് പോകാം, അതാണ് ചുരുക്കം. ഓക്കെ, പേടിയില്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും പരീക്ഷ എഴുതുമല്ലേ, അപ്പൊ പേടിയില്ലാതെ പോയി പരീക്ഷ കൂളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കാം. നമ്മുടെ ആപ്പിൽ നെഗറ്റീവ് ഉൾപ്പെടെയാണ് ഞാൻ എക്സാംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റായ ഭാഗങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിൽ വർക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ ഇനി വിളിക്കാനിരിക്കുന്ന കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്കൊക്കെ നമ്മുടെ ആപ്പില് ബാച്ച് കോഴ്സ് റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ എല്ലാം തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCRT, പഴയ SCRT, NCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം അവൈലബിൾ ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിങ് ആണ്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കോമൺ ടോപ്പിക്സ് വെച്ചിട്ടാണ് ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഈ നിമിഷം മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോളാം, തുടങ്ങിക്കോളാം. ഇനി പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ റിസൾട്ട് വന്നിട്ട് ഞാൻ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിരന്തരം ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൺഫ്യൂഷൻ എല്ലാം മാറിയല്ലോ, റിസൾട്ട് വന്നല്ലോ. ഓക്കെ, അപ്പം പഠിച്ചോളാം. പക്കയായിട്ട് 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവാം. വിത്ത് എക്സാംസ് ആണ്. എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഓരോ പഠിക്കാനുള്ള പോർഷൻസ് തരും, അത് വെച്ചിട്ടാണ് എക്സാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.